പെഡഗോഗി ഓഫ് ഇംഗ്ലീഷിൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2023-ലേതാണ്. അതിൽ വരുന്ന ഷോർട്ട് ആൻസേഴ്സും എസ്എ ക്വസ്റ്റ്യൻസും നമുക്ക് ഇപ്പോൾ നോക്കാം. അതിനുശേഷം ലൈവിലേക്ക് പോകാം. സോ ഷോർട്ട് ആൻസർ ആയിട്ട് വരുന്നത് പാർട്ട് ബിയിലുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മൈക്രോ ടീച്ചിങ് ആവർത്തിച്ചു വരുന്നതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ദി സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ? ഈ സ്റ്റിമുലസ് വേരിയേഷൻ ഒരു 80% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് തിരിച്ചും മറിച്ചും ഒക്കെ സ്റ്റിമുലസ് വേരിയേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഒന്നെങ്കിൽ മൈക്രോ ടീച്ചിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റിമുലസ് വേരിയേഷനെ ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റിമുലസ് വേരിയേഷൻ മാത്രം എടുത്തുകൊണ്ട് ചോദിക്കും, അല്ലെങ്കിൽ കോമ്പണൻസ് ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന രീതിയിലും ചോദിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടീം ടീച്ചിങ്? നിങ്ങൾക്കറിയാം ടീം ടീച്ചിങ് എന്താണെന്നുള്ളത്, അത് എക്സ്പ്ലെയിൻ ചെയ്തുക. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ലേണിംഗ്? സെൽഫ് ലേണിംഗിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓഗ്മെന്റഡ് റിയാലിറ്റി ഓഫ് ന്യൂ എമർജിംഗ് മീഡിയ എന്നുള്ളത് മാസ് മീഡിയയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നുള്ളത്, ഓഗ്മെന്റഡ് റിയാലിറ്റിയെ കുറിച്ച് നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. അതായത് ഇംഗ്ലീഷ് സ്റ്റുഡൻസിനും പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബയോളജിക്കൽ സയൻസിലും ഫിസിക്കൽ സയൻസിലും ഒക്കെ ഓഗ്മെന്റഡ് റിയാലിറ്റിയെ കുറിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ എസ്എ ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻ എസ്എ ഓൺ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001 ആൻഡേഴ്സൺ ആൻഡ് ക്രാതോൾ. ഓക്കെ, 2001 റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചാണ് ഇവിടെ എസ്സേ ആയിട്ട് എഴുതേണ്ടത്. എല്ലാവർക്കും അറിയാം. ദെൻ എക്സ്പ്ലെയിൻ മൈക്രോ ടീച്ചിങ് ആൻഡ് മാക്രോ ടീച്ചിങ്. എക്സ്പ്ലെയിൻ ദ സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ എന്നുള്ളത്, അത് മിക്സ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്താണ് മൈക്രോ ടീച്ചിങ്, എന്താണ് മാക്രോ ടീച്ചിങ്? അത് കൂടാതെ തന്നെ സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ, രണ്ട് യൂണിറ്റുകളുടെ മിക്സ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ദ സ്കിൽ ഓഫ് ക്ലോഷർ വിത്ത് suitable examples. ഓക്കെ, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റും സ്കിൽ ഓഫ് ക്ലോഷറും, ഈ റീഇൻഫോഴ്സ്മെന്റ് സ്കില്ലും ക്ലോഷർ സ്കില്ലും ഇൻഡക്ഷൻ സ്കില്ലും അതും ഇതേപോലെ തന്നെ ഒരു 90% മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നതാണ്. ദെൻ എലാബറേറ്റ് മോറിസൺ ടീച്ചിങ് മോഡൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്നുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ടീച്ചിങ് എന്നുള്ളതിന്റെ, ടീച്ചിങ്ങിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിൽ 3 ലെവലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മെമ്മറി ലെവൽ, 2 അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, 3 എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ. മെമ്മറി ലെവൽ, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ്. അത് മോറിസൺ ടീച്ചിങ് മോഡലാണ് ഇവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ, എലൂസിഡേറ്റ് ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ടീം ടീച്ചിങ്. ലെക്ചർ മെത്തേഡ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ബ്രാഞ്ചസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ വിത്ത് എക്സാമ്പിൾസ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ഇവയിൽ ഒന്നും തന്നെ ശരിക്കും എന്തില്ല, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാത്തതായിട്ടുള്ള ടോപ്പിക് ഇവിടെ ഒന്നും തന്നെ വരുന്നില്ല. ലെക്ചർ മെത്തേഡ് മാത്രം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുമുണ്ട്. So the next one, last question, what is flipped classroom? Then explain artificial intelligence as new emerging media എന്നുള്ളത്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം, ബ്ലെൻഡഡ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മാസ് മീഡിയ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ബ്ലെൻഡഡ് ലേണിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സേഴ്സ്. വേർഡ് പ്രോസസ്സേഴ്സ് മാസ് മീഡിയയുടെ യൂസേജിൽ വരുന്നതാണ് ബ്ലെൻഡഡ് ലേണിംഗ്, വേർഡ് പ്രോസസ്സേഴ്സ്. ഓക്കെ, ഇവയും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, എസ്സേ ക്വസ്റ്റ്യൻസിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 2024 ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, വ്യത്യസ്തമായി കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. 2023 ചോദിച്ചിട്ടുള്ളത് സെയിം തന്നെയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് 2022 കൂടി നോട്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.